ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ടൂർ പോകാൻ പോകേണ്ട വീട്ടിൽ ഞാനും അമ്മച്ചും കുഞ്ഞിക്കിളിക്ക് മാത്രമല്ല കേട്ടോ. തന്നെയാണ് ആശം എല്ലാവരും വരാനിരിക്കണായിരുന്നു. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളാൽ അവർക്ക് ആർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോക്ക് വേണ്ടാന്ന് വെച്ചില്ല. ഒന്നും രണ്ടോ അല്ല കേട്ടോ, 4 ദിവസത്തേക്കാണ് പോകണം. വേളാങ്കണ്ണി, മൂന്നാർ, അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലം കറങ്ങി ഞങ്ങൾ വീട്ടിലെത്തും. 4-ാം ദിവസം അല്ല 5-ാം ദിവസം വീട്ടിലെത്തും. ആശമ്മയുടെ അമ്മച്ചും അപ്പച്ചനും എല്ലാ വർഷവും വേളാങ്കണ്ണി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും ഉണ്ടായിരുന്നു. നമ്മൾ ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ 6 മണിയായപ്പോൾ നമ്മളവിടെ പോയി നിന്നു. 6:30-7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ബസ്സിൽ കയറി സേഫായിട്ടൊക്കെ ഇരുന്നത്. നമ്മൾ ടൂറിൻ്റെ മധ്യസ്ഥ മിഷാൻറ്റി എല്ലാവരും അവരവരുടെ സീറ്റിലൊക്കെ പിടിച്ചിരുത്തി വർത്തനൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പുതപ്പും തലോണിയൊക്കെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ കുഞ്ഞിക്കിളിക്ക് കിടക്കാണ്ട് നല്ല സുഖമായിട്ട് ആൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിക്കിളിയായിട്ട് ഇത്രയും ലോങ് ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചെക്കൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തന്നെ ഉണ്ടല്ലോ. നേരെ നമ്മൾ ആദ്യം ഭരണങ്ങാനാണ് കേട്ടോ പോയത്. അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പള്ളിയുടെ അകത്തേക്ക് ചെന്ന് പ്രാർത്ഥിച്ച്. കുഞ്ഞിക്കിളി ആദ്യമായിട്ട് കാരണമല്ല, അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്, എന്താണെന്നറിയില്ല. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഒരു നെയ്യപ്പം കിട്ടിയില്ല. ഉണ്ണിയപ്പത്തിൻ്റെ അത്രയുള്ളൊരു നെയ്യപ്പം. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി പട്ടുമലയിലേക്ക് പോകണേ. ഈ ഒരു ബുക്ക് കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഭയങ്കര ആശ്വാസമാണ്. ഇപ്പോൾ ചെക്കന് വേറെ ടോയ്സും കാര്യങ്ങളൊന്നും വേണം, ഈ ബുക്ക് മറിച്ച് കളിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. പട്ടുമല എത്തിയിട്ടാണ് നമുക്ക് ഫുഡ് കഴിച്ചേട്ടാ. ഉച്ചക്കത്തെ ഫുഡ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ചെറിയൊരു മഴക്കാരും ഒരു ചാറ്റലും ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു ക്ലൈമറ്റ്. കുഞ്ഞിക്കിളി അവിടെ ഫുള്ള് ഇങ്ങനെ ഓടിച്ചാടി നടക്കണമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ രസമല്ല ഇതൊക്കെ കാണാൻ. ഒരു മഴക്കാരാണോ കോടയാണോ എന്താ പറയണ്ടേ എനിക്കറിയാൻ പാടില്ല. കുഞ്ഞിക്കിളി എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഓടിച്ചാടി നടക്കണമായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല കുട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് 1-2 വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ നടന്നേച്ച് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്തിരിത്തോപ്പെന്നുണ്ട് പടലത്തോപ്പനുണ്ട്. പടവലങ്ങ തോപ്പാണ് ആദ്യം കണ്ടിട്ട്. പിന്നെ ഓപ്പോസിറ്റ് അവിടെ മുന്തിരി ഇങ്ങനെ കൊല മുന്തിരിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടി തന്നെ. പിന്നെ നമുക്ക് അവിടെ മുന്തിരി വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ 1 കിലോ മുന്തിരിക്ക് 60 രൂപയായിരുന്നു. ഞാൻ കുറച്ച് മുന്തിരി വാങ്ങിച്ച് നമുക്കിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭാഗ്യത്തിൽ നമ്മളിവിടെ എത്തിയപ്പോൾ വരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്കെല്ലാം കാണാനൊക്കെ പറ്റി. നേരെ നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കണം. അവിടെ വന്ന് ഉപ്പും വെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട്, അല്ല വെള്ളവും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മുന്തിരി കഴുകിയെടുത്ത് നമ്മുടെ കുഞ്ഞിക്കിളിക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഞാനും കഴിച്ച്. നമ്മളെ വണ്ടിയുടെ ഒപ്പം തന്നെ പാർക്ക് ചെയ്ത സമയത്ത് കുറേ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് വന്നതിൽ കൂടുതലും നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നു. എവിടെ ചെന്നാലും അവർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ പുറത്തുനിന്ന് തന്നെ വേറെ വണ്ടിക്കാരെ പാട്ട് വെച്ചത് അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ നമ്മളുടെ വണ്ടി കയറി നമ്മളെല്ലാവരും ഡാൻസൊക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആയി അങ്ങനെ 4 മണിക്കാണ് ഇങ്ങനെ എത്ര മണിയായി? 4 മണി. 4 മണിയായപ്പോൾ വേളാങ്കണ്ണി എത്തി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി കുറച്ചേരം കൂടി ഒന്ന് കിടന്നുറങ്ങിയിട്ട് വേണം പള്ളിയിലൊക്കെ പോകാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നെക്സ്റ്റ് കാണാൻ.